ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ ആഹ്വാനം ചെയ്യുകയും ആ കൂട്ടായ്മയിലെ പ്രബലമായ ഒരു സംഘടന INTUC, പ്രധാനപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ തൊഴിലാളി സംഘടന കേരളത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ജോർജ് ജോസഫ് കരുതുന്നുണ്ടോ? NPC തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ UDFും LDFും തമ്മിലുള്ളൊരു വിഷയമല്ല ഈ സമരത്തിന് ആധാരമായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഭരണപരമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയമായ ഏതെങ്കിലും വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ സമരം ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 4-5 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലേബർ കോഡുകളുടെ കാര്യത്തിലുള്ള കാര്യം അത് നടപ്പാക്കരുത് എന്നുള്ളൊരാവശ്യമാണ്. അതുപോലെ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുക. ആ വിവരങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വന്നാൽ പോരെ ജോർജ്? അതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതെ 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 തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആമുഖമായിട്ട് ഇത് പറഞ്ഞു പോയല്ലോ, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വിഷയമല്ല ഇത്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും INTUC ഇവിടെ ഈ കേരളത്തിൽ മാത്രമായി മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പൊതുവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ, ഒരു സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് അത് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് INTUC പങ്കെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് തന്നെ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ ഉയർത്താം. നിങ്ങളിവിടെ ദേശീയ തലത്തിൽ INTUC ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇല്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, സമരത്തിന് ആധാരമായ വിഷയങ്ങളും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും വേറെയാണ്. സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേശീയ തലത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വാളയാർ ചുരത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുന്നത് ഒരു വളരെ വളരെ ഒരു വിചിത്രമായൊരു നിലപാടാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാനതിനകത്ത് NPC കൂടുതൽ കടന്നു പോവുകയല്ല, ഒരു വരി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ പല കാര്യങ്ങളിലും BJP സംഘപരിവാർ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകളും എടുക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത നിലപാടുകൾ ഇന്ത്യയിൽ പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ്. ഞാനിതിനെ നോക്കിക്കാണുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ BJP സർക്കാരിൻ്റെ നയസമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്നതിന്, അതിനെതിരെ സമരം ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥത കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകൾ കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നാണ് ഈ ആമുഖമായി NPC ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. വളരെ ക്ലിയറാണ് ജോർജ് ജോസഫ്.